ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെ പരസ്യമായി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഇറ്റാലിയൻ വൈദികനെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കി. ഫാദർ റെമോൺ ഗൈഡറ്റി വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗത്തിൽ ഫ്രാൻസിസ് പാപ്പ യഥാർത്ഥ പാപ്പയല്ലെന്നും അധികാരം തട്ടിയെടുത്തവനാണെന്നും നടത്തിയ പരാമർശത്തിലാണ് കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. വൈദികനെ പുറത്താക്കിയത് സംബന്ധിച്ച് ടസ്കാനിയയിലെ ലിവർണോ രൂപത ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. പരസ്യമായി നടത്തിയ ശീഷ്മപരമായ പരാമർശത്തിലൂടെ വൈദികൻ ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന ബഹിഷ്കരണ നടപടിക്ക് വിധേയനാകുകയായിരുന്നുവെന്ന് ബിഷപ്പ് സിമോൺ ഗ്യൂസ്റ്റി തന്റെ രൂപതയെ അറിയിച്ചു. ബഹിഷ്കരിക്കപ്പെട്ട വൈദികൻ അർപ്പിക്കുന്ന ഒരു കുർബാനയിലും കത്തോലിക്കർ പങ്കെടുക്കരുതെന്നും പങ്കെടുക്കുന്നവർ സമാനമായ ബഹിഷ്കരണ നടപടിക്ക് വിധേയരാകുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. പാപ്പയുടെ പരമാധികാരത്തിന് കീഴടങ്ങാനുള്ള വിസമ്മതം അല്ലെങ്കിൽ പാപ്പയുടെ അധികാരത്തിന് കീഴിലുള്ള സഭാംഗങ്ങളുമായുള്ള കൂട്ടായ്മയോടുള്ള മറുതലിപ്പ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ശീഷ്മയെപ്പറ്റി പരാമർശിക്കുന്ന കാനൂൻ നിയമം 751 ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബിഷപ്പ് വൈദികനെതിരെയുള്ള നടപടി വിശദീകരിച്ചത്. 2023 ഡിസംബർ 31 ബെനഡിക്ട് 16 പാപ്പയുടെ മരണവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ വൈദികൻ ഫ്രാൻസിസ് പാപ്പയെ ഫ്രീമേസൺ എന്ന് വിശേഷിപ്പിച്ച് ആക്ഷേപകരമായ പരാമർശം നടത്തിയിരുന്നു. കഴിഞ്ഞ ദശാബ്ദകാലമായുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പൽ സ്ഥാനവും വൈദികൻ നിഷേധിക്കുകയുണ്ടായി. 48-കാരനായ ഗൈഡറ്റി 2017 മുതൽ റോമിന് 150 മൈൽ വടക്ക് സാൻ റാനിയേരി ഇടവക പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ലിവോർണോയിലെ ഒരു പ്രാദേശിക മാധ്യമം പറയുന്നതനുസരിച്ച് ബിഷപ്പ് ക്രിസ്മസിന് മുൻപ് ഗൈഡറ്റിക്ക് താക്കീത് നൽകിയിരുന്നു. തുടർന്ന് ഡിസംബർ 31 മാർപ്പാപ്പയ്ക്കെതിരായ വൈദികന്റെ ശീഷ്മപരമായ പ്രസ്താവനയ്ക്ക് ശേഷം ഔദ്യോഗിക ബഹിഷ്കരണ ഉത്തരവുമായി മുന്നോട്ടു പോകുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.